ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ചു ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. സുവിശേഷം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ദൈവമനുഷ്യബന്ധം ഏറെ പ്രത്യേകതകളുള്ളതാണ്. പഴയ നിയമകാലങ്ങളിൽ വ്യക്തിഗതമായ സംഭാഷണങ്ങളും ഇടപെടലുകളുമാണ് ദൈവമനുഷ്യബന്ധങ്ങളിൽ കൂടുതലായി കാണപ്പെട്ടിരുന്നതെങ്കിൽ ക്രിസ്തു നൽകിയ മാതൃക കൂട്ടായ്മയുടേതാണ്. ആദിമകാലം മുതൽ ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലും സ്നേഹസംഗമങ്ങളിലും കൂടുതലായി പങ്കുചേരുകയും ദൈവസാന്നിധ്യാനുഭവത്തിൽ നിറയുകയും ചെയ്തു പോന്നു. ഈ കൂട്ടായ്മകളെ സ്നേഹത്തിൽ ഒരുമിപ്പിക്കുന്നതിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി മാറുക ഓരോ അഭിഷിക്തരുടെയും പ്രധാന കർത്തവ്യങ്ങളിലൊന്നാണ്. നിസ്വാർത്ഥ സ്നേഹത്തിൽ ഒരുമിച്ചുകൂടി ക്രിസ്തുവിൽ ഐക്യപ്പെടുന്ന ഓരോ സമൂഹങ്ങളിലും ദൈവവിളികൾ അർത്ഥവത്തായി മാറുന്നു. ഇരിങ്ങാലക്കുട രൂപതയെയും ഒപ്പം ഒരു വലിയ സമൂഹത്തെയും പടുത്തുയർത്തിയ ഇരിങ്ങാലക്കുട രൂപതയുടെ വലിയ ഇടയൻ മാർ ജെയിംസ് പഴയാറ്റിൽ വിവരണങ്ങൾക്ക് അതീതനാണ്. ജീവിതവീഥികളിലെന്നും ഏവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് കൃപ നൽകി. ചില പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചുരുക്കം ചില സ്ഥാപനങ്ങളും സൗകര്യങ്ങളും മാത്രമുണ്ടായിരുന്ന ഈ ദേശം ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു സ്ഥാനം കൈവരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇരിങ്ങാലക്കുട രൂപതയ്ക്കും മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിനുമുള്ള സ്ഥാനം ചെറുതല്ല. ഈ ലോകത്തിൽ വ്യക്തിഗതമായ നേട്ടങ്ങളുടെയും ഉയർച്ചകളുടെയും കഥകൾ അലയടിക്കുമ്പോൾ അല്പം വ്യത്യസ്തമാണ് മറ്റു ചില വിജയഗാഥകൾ. അവിടെ ഒരു വ്യക്തിയുടെ യോഗ്യതകളോ കഴിവുകളോ പലപ്പോഴും അപ്രസക്തങ്ങളാകുന്നു. ദുർബല മനസ്സുകളും ദരിദ്രമായ കൂട്ടായ്മകളും വിജയം നേടുന്നു. സമ്പത്തുകൊണ്ടും കരബലം കൊണ്ടും നേടാൻ കഴിയാത്തവ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും നേടിയെടുക്കപ്പെടുന്നു. ലോക ചരിത്രത്തിൽ മനുഷ്യനെ ഒരുമയിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാന വസ്തുതകൾ ഒരിക്കലും സമ്പത്തോ ശക്തിയോ അല്ല, മറിച്ച് ദാരിദ്ര്യവും ദൗർബല്യവുമാണ്. അവിടെ അവരുടെ മധ്യേ വാഗ്ദാനപ്രകാരം ദൈവം തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇരിങ്ങാലക്കുട രൂപതയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏറെ അപര്യാപ്തതകൾ അവിടെയുണ്ടായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സവിശേഷമായ ദൈവകൃപയാൽ സമൃദ്ധിയുടെ പൂന്തോപ്പിലേക്ക് ആനയിക്കപ്പെടുവാൻ ആ സമൂഹത്തെ ഏറ്റവുമധികം യോഗ്യമാക്കി തീർത്തത് നിസ്വാർത്ഥ സ്നേഹത്തിൽ അടിയുറച്ച അവരുടെ ഐക്യമാണ്. അതിന് നേതൃത്വം വഹിച്ചതാകട്ടെ പൂർണ്ണമായ ദൈവാശ്രയബോധം ജീവിതത്തിൽ ആപ്തവാക്യമാക്കി മാറ്റിയ മാർ ജെയിംസ് പഴയാറ്റിലെന്ന തീഷ്ണമതിയായ ദൈവശുശ്രൂഷകനും. പിതാവേ, തൃശ്ശൂർ രൂപതയിൽ നിന്ന് വേർപെട്ട് ഒരു പുതിയ രൂപത ഉണ്ടാകുന്നു. വാസ്തവത്തിൽ സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ളൊരു കാലമായിരുന്നു അത്. അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ വൈദികരുടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കി എങ്ങനെയാണ് നേരിട്ടത്? അത് വലിയ അത്ഭുതകരമായിട്ട് തോന്നുന്നു വാസ്തവത്തിൽ. എനിക്കൊരു ഭാഗ്യം തോന്നുക, പലരും പറയാറാണ് മറ്റൊരു അപേക്ഷിച്ച് ഈ രൂപതയിൽ വൈദ്യർ സവിശേഷ കൂട്ടായ്മയുണ്ട്. ഞങ്ങളുടെ പരാധീനതയും ഇല്ലായ്മയും വല്ലായ്മയുമാണ് അത്തരത്തിൽ അനുഭവത്തിലേക്ക് ഈ രൂപതയ്ക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ പോരുമ്പോൾ അധികം അച്ഛന്മാരും ഈ ഭാഗത്തു നിന്നായിരുന്നു.
അപ്പോൾ സക്രിയസ് വാഴപ്പള്ളി പറഞ്ഞു അച്ഛനക്ക് ഓപ്ഷൻ കൊടുക്കുന്നത് ശരിയല്ല, ആദ്യം ഓപ്ഷൻ തന്നിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഞാൻ ഓപ്ഷൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. എല്ലാ അച്ഛന്മാർക്കും സെമിനാരിസ്റ്റ് അടക്കം നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോ, ചിന്തിച്ചോ, ആലോചിച്ചോ, പ്രാർത്ഥിച്ചോ, ഉത്തരം കിട്ടില്ല ആരും കൺസൾട്ട് ചെയ്തോ, ഇനി ഉത്തരം കിട്ടുന്നില്ലെങ്കിലോ നിങ്ങൾ നറുക്കിട്ട് തീരുമാനിച്ചോ. കാസ്റ്റ് എ ലോട്ട് ഇൻ ഗോഡ്സ് വിൽ. ഇതാണ് എൻ്റെ ഒരു പോളിസി ആയിരുന്നത്. ഇപ്പോഴുള്ള ആർച്ച് ബിഷപ്പ് തൃശ്ശൂരത്ത് അദ്ദേഹം കോടതി പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പോലും ഇവിടെ ഒരു വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങോട്ട് പോരട്ടെ എന്ന്. ഞാൻ എന്താ പറയുന്നറിയോ? യു പ്രേ, യു മേക്ക് യുവർ ഓൺ ഡിസിഷൻ, യു മേ കൺസൾട്ട് അതേഴ്സ് ആൾസോ. പക്ഷെ അതിനിടയിൽ അദ്ദേഹത്തെ റോമിലേക്ക് ക്യാനൽ പഠിക്കാൻ വിടാൻ തീരുമാനമെടുത്തു. പിന്നെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറയുന്നത് ചില വന്നോട്ടെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ടില്ല. അത് പ്രധാന കാരണം ഇതാണ്, ഞാൻ കാരണം കൊടുത്തിട്ട് ആരോടും കേൾക്കലെങ്കിൽ നിർബന്ധമായ കാര്യമാണ്. ഞാൻ കാരണം കൊടുത്തിട്ട് കേട്ടോ. ഇപ്പോൾ പിതാവ് എന്നെ വിളിച്ചു, ഞാൻ വന്നു, ഈ പ്രശ്നമുണ്ടായി, എന്താ പിതാവ് എന്നിങ്ങനെ ഡിസ്കഡ് ചെയ്ത് ഇങ്ങനെ ചോദ്യം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ സ്വയം മനസ്സ് വന്നാൽ മതി ചിന്തിച്ചിട്ട്. അപ്പം എല്ലാവർക്കും, എല്ലാ അച്ഛന്മാർക്കും, ഈവൻ ഫോർ ദ സെമിനേറിയൻസ് എങ്ങുമില്ലാത്ത രീതിയിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈവൻ സിസ്റ്റേഴ്സിൻ്റെ കാര്യം വന്നപ്പോഴും അവരും ചോദിക്കുമായിരുന്നു, ഇത് തന്നെയാണ് എൻ്റെ ഉത്തരം. അനന്ത സൗഭാഗ്യങ്ങളുടെ ഉറവിടമാണ് ദൈവം. മനുഷ്യമക്കൾക്ക് മുന്നിലുള്ള കുറവുകൾ ഏതുമാകട്ടെ, അവിടെ ഇടപെടുവാനും അത്ഭുതം പ്രവർത്തിക്കുവാനും കരുണാമയനായ അവിടുന്ന് സദാ ഉത്സുകനാണ്. മനുഷ്യന്റെ പൂർണ്ണ വിധേയത്വത്തോടെയുള്ള സമർപ്പണം മാത്രമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. വ്യക്തമായ ആത്മീയ ബോധ്യങ്ങളാൽ സമ്പന്നനായിരുന്ന ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ദൈവാശ്രയ ബോധമുള്ള ഒരു സമൂഹത്തിന് ലക്ഷ്യം കൈവരിക്കുവാൻ ഏറെ കാത്തിരിക്കേണ്ടി വന്നില്ല. കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ, ആയിരങ്ങളുടെ വിശപ്പകറ്റുവാൻ അപ്പം വർദ്ധിപ്പിച്ച ഏകരക്ഷകന്റെ ഇടപെടലുകൾ ആ സമൂഹം തിരിച്ചറിയുകയായിരുന്നു. ഇനി ഇവിടെ വീജികളായിരുന്നു 3 പേര് അവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ പ്രസ്ബിറ്റേറിയൻ കൂടെ നമുക്കൊന്നും സ്ഥലമില്ലല്ലോ, അത് ഡോൺ ബോസ്കോയിലാണ് കൂടിയത്. ആദ്യത്തെ വൈദിക സമ്മേളനം അവിടെയാണ്, ഇരുവിൽ വന്നവരുടെ. അത് തന്നെ ഡോൺ ബോസ്കോ ഉണ്ട് അന്ന്. അതെ, കത്തീഡ്രലിനൊന്നും സൗകര്യമൊന്നുമില്ല, അവിടെ സെമിനറി സ്കൂൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ബിഷപ്സുകളിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ മീറ്റിംഗ്. അപ്പോൾ അച്ഛന്മാർക്ക് ഭയങ്കര പ്രയാസമായി. ഒരു പുതിയ രൂപം വന്നിരിക്കുന്നു, പിതാവിനൊരു ഇഞ്ച് ഭൂമി പോലും ഇവിടെയില്ല, താമസിക്കാൻ സൗകര്യവും ഇല്ല, ഈ ചെറിയ പ്രസ്ബിറ്റർ പിതാവ് താമസിക്കുന്നത്, ഇത് വലിയ കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പരിഭവം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 17 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരു കൊല്ലം കിട്ടുന്നത് വാസ്തവം പറഞ്ഞാൽ ഒരു 20,000 മാക്സിമം, ചിലപ്പോൾ കുറവായിരിക്കാം. അതൊന്ന്. പിന്നെ 4 ലക്ഷം രൂപ തന്നിട്ടുള്ളൂ. നമുക്ക് എന്തൊക്കെ ഉണ്ടാവേണ്ടതെന്ന്. അപ്പം അവർക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു വാശിക്കാരനൊന്നുമല്ല, ഞാൻ ഇന്ന് ആർഗ്യൂ ചെയ്ത് ബഹളം കൂട്ടുന്നില്ലെന്ന് എല്ലാവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടായി, അച്ഛന്മാരുടെയും ചലന്മാരൊക്കെ അടക്കമുള്ള കമ്മിറ്റി ചെന്നുണ്ട് പിതാവ്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒന്നുമില്ലെന്ന ബോധ്യം അച്ഛന്മാർക്കൊക്കെ ഉണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് പിതാവിനോട് സഹകരിച്ച് പോകാൻ സന്മനസ് കാഴ്ചവെച്ചെന്നുള്ളതാണ്. നല്ല മനസ്സോടെ അവരൊക്കെ വിശ്വാസം എടുക്കുകയും ചെയ്തു. ഈ രൂപത വരുമ്പോൾ ഒരേ ഒരു അച്ഛൻ മാത്രമേ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അത് സക്രിയസ് വാഴപ്പള്ളിക്ക്. വേറെ ആർക്കും ഡോക്ടറേറ്റ് ഈ രൂപത്തിൽ ആർക്കും ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഒന്ന് ഒരച്ഛന് ലൈസൻഷ്യേറ്റ് ഉണ്ട്. ഈ ലൈസൻഷ്യറ്റുള്ള അച്ഛൻ എൻ്റെ കൂടെ ക്യാൻറ്റീനിൽ പോലും പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചാർജ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അതുകൊണ്ട് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പലർക്കും ഹയർ സ്റ്റഡി വിടണം. വിദ്യാഭ്യാസത്തിന്. അതെ അതെ, നിങ്ങൾ വിശ്വസിക്കുന്നറിയില്ല, ഒരേ സമയം തന്നെ ഈ പുതിയ രൂപതയ്ക്ക് 10 പേര് റോമിൽ പഠിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു വലിയ അസൂയാണ്, ഈ കൊച്ചു രൂപതയിൽ നിന്ന് പുതിയ രൂപതയിൽ 10 പേര് ഇവിടെ പഠിക്കുന്നവരോ. കഷ്ടപ്പെട്ടൊക്കെ അവർ വിട്ടേക്കണേ. പണം എണ്ണി വെച്ചിട്ടല്ലോ. അല്ലല്ല,
അവർ വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ആരെങ്കിലും ഉണ്ടാകണം ചില പള്ളികളിൽ. വലിയ പ്രയാസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വൈദികരുടെ കുറവുണ്ടായിരുന്നു. 116 അച്ഛന്മാർ നമ്മൾ സഹായിക്കാൻ വേണ്ടത് ഇവിടെ വരേണ്ടത്. മറ്റു ചിലർക്ക് അവിടെ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഈ 116 അച്ഛന്മാർ ഇവിടെ വരേണ്ടവരാണെങ്കിൽ പോലും അവരും പലരും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, തൃശ്ശൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ പരിമിതമായ അച്ഛൻ്റെ നമ്പർ കൊണ്ട് കാര്യം നടക്കണം. അതൊരു വശം. പക്ഷെ വാസ്തവത്തിൽ ആ ഇല്ലായ്മയും വല്ലായ്മയും കഷ്ടപ്പാടും ദുരിതവും ഈ രൂപതയ്ക്ക് ഒരു വലിയ ഭാഗ്യമായി, ദൈവദാനമായി വന്നു. അത് വലിയ ഭാഗ്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ നേതൃത്വ ശൈലി ഏറെ സവിശേഷതകളുള്ളതായിരുന്നു. ദൈവേഷ്ടം നിറവേറ്റപ്പെടുന്നതിനായി അവിടുത്തോടുള്ള പൂർണ്ണ സഹകരണമാണ് ആവശ്യമെന്ന് ഗ്രഹിച്ചിരുന്ന അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ മൂല്യം കൽപ്പിച്ചിരുന്നു. ഓരോരുത്തരിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നത് അദ്ദേഹം തൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് ദർശിച്ചു. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവരോരോരുത്തരെയും ശുശ്രൂഷയിൽ വ്യാപരിക്കുവാൻ അനുവദിക്കുകയും സ്നേഹത്തോടെ അവർക്കൊപ്പമായിരിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. എനിക്കെതിരെ നിൽക്കുന്നവരുണ്ടെങ്കിൽ പോലും അവർ ക്ഷമിച്ച് ഞാൻ പോകാറുള്ളൂ. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം ഞാൻ ആരെയും മുൻവിധിയോടെ വീക്ഷിക്കുന്നില്ല. എല്ലാം നേരെയാകും ആ പ്രതീക്ഷയിലാണ്. ഏതെങ്കിലും കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും പറഞ്ഞയക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിശ്വാസം എടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ടേക്ക് ദം ഇൻ ടു കോൺഫിഡൻസ്. അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ. തീർച്ചയായും ആ ഒരു വിശ്വാസം എടുക്കുന്നു എന്നുകൊണ്ട് തന്നെ വിശ്വസ്തയുടെ കാര്യം ചെയ്യുമായിരുന്നു. അങ്ങേറ്റം ത്യാഗം സഹിച്ചിട്ട് നമ്മളെല്ലാ കാര്യത്തിനും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ആ ഫ്രീഡം ഉണ്ടാകില്ല. ആ ഒരു വിശ്വാസം എടുക്കുന്നില്ല. എന്താ അങ്ങനെ സംശയിക്കുന്നു തോന്നില്ല. തീർച്ചയായും കഴിവുകൾ ചിലവം ചെയ്തു വന്നേക്കാം. അപ്പോൾ അച്ഛന്മാർ വിശ്വാസം എടുത്തു. അതാണ് ഒരു പ്രധാന കാരണം. അപ്പോൾ അതുകൊണ്ടൊന്ന്. പിന്നെ ആരെങ്കിലും നീ പ്രയാസം ഉണ്ടായിട്ട് പോലും അവരോട് അതനുസൃതമായി ഞാൻ പറഞ്ഞ് നീങ്ങിയിട്ടില്ല. അത് ഞാൻ ക്ഷമിച്ചതിന് നീങ്ങിയിട്ടുള്ളൂ. ചില തെറ്റിദ്ധരിച്ച് പ്രയാസങ്ങൾ ഉണ്ടായി കാണും, അത് വേറെ കാര്യം. ഞാൻ കാരണം കൊടുത്തിട്ട് ഒരച്ഛനും പ്രീസ്റ്റ് വേണ്ടെന്ന് പോയിട്ടില്ല. ഞാൻ കാരണം കൊടുത്തിട്ട് ആർക്കും ഉപയോഗം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് സത്യം. ദൈവത്തിൻ്റെ മുമ്പിൽ മനസ്സാക്ഷിയുടെ മുമ്പിലും അത് രസം. ജീവിതത്തിൽ ഏറെ നിഷ്ഠകൾ വച്ചു പുലർത്തുന്ന, ദൈവം നൽകിയ സമയവും സാഹചര്യങ്ങളും ഏറ്റവുമധികം പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച വിശ്വസ്തനായ ഒരു ദൈവ ശുശ്രൂഷകൻ. ജീവിതത്തിൽ അദ്ദേഹം പിന്തുടർന്നു പോന്നിരുന്ന രീതികൾ പലതും മാതൃകാപരമാണ്. സഹായം ആവശ്യപ്പെടുന്ന ഏവർക്കും തന്നാലാവുന്നതിൻ്റെ പരമാവധി നൽകുന്ന കാര്യത്തിൽ, ഒരു നിമിഷം പോലും വൈകാതെ ഇന്നോളം തന്നെ പ്രതീക്ഷിക്കുന്ന വേദികളിൽ എത്തിച്ചേരുന്ന കാര്യത്തിൽ, സ്വന്തമായി ഒരിക്കലും ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ലാതെ സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത പുലർത്തിയിരുന്ന കാര്യത്തിൽ, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഏറെ ചര്യകളിൽ അദ്ദേഹം ഈ ലോകത്തിനു മുഴുവൻ മാതൃകയാണ്. 1978 ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ ബിഷപ്പായി സ്ഥാനമേൽക്കുന്നതു മുതൽ ഇന്നോളം ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിനെ അനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. പിതാവിൻ്റെ സന്തത സഹചാരിയും സഹായിയുമായ ഡ്രൈവർ ജോയി. അദ്ദേഹം ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കോമ്പാറയിൽ കൂനമ്മാവ് കുടുംബാംഗമാണ്. പിന്നെ എനിക്ക് നിർബന്ധമുണ്ട്, ഏത് പരിപാടിയെല്ലാം സമയത്ത് തുടങ്ങണം, സമയത്തെത്തണം. സമയനഷ്ടം. ഇപ്പോൾ എത്ര കൊല്ലമായി ഞാൻ 78 ബിഷപ്പായിട്ട് ഇതുവരെയും ഞാൻ ചെല്ലേണ്ട പരിപാടിയാണെങ്കിൽ എന്തായാലും കൃത്യം സമയത്തുണ്ടാകും. ഉറപ്പാണത്. തീർച്ചയായും. എൻ്റെ ഡ്രൈവറും സമ്മതിക്കുന്നത് അന്ന് മുതലുള്ളവൻ ഡ്രൈവറാണ്, ഒരേ ഡ്രൈവർ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചില ചെറിയ പോളിസികൾ എനിക്കുണ്ട്. ബിഷപ്പായിരിക്കും ഞാൻ കൊടുത്ത 2 ആശ ഇതായിരുന്നു,
ഹൂവർ കംസ് ദേ മസ്റ്റ് ഫീൽ അറ്റ് ഹോം. അതിവിടെ ഞാൻ ചിന്തിക്കുന്ന കാര്യം അതാ. ആരും ഇവിടെ വരുന്നവോ ആ മനുഷ്യൻ സ്വന്തമായി കാണണം. ദാറ്റ്സ് വൺ തിങ്. ആൻഡ് സെക്കൻഡ്ലി എൻ്റെ ചിന്ത എന്നെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എടുത്ത് മറ്റവർക്ക് വേണ്ടിയാണ്. ഐ എം ഫോർ അതേഴ്സ്. അതുകൊണ്ട് വളരെ ഒബ്ലൈജിങ് ഞാൻ. എനിക്ക് നോബർ വലിയ പ്രയാസം. ഇവിടെ പല സഹായത്തിനും വരും, എഴുത്തും കൊണ്ടല്ലാതെയൊക്കെ. ഞാൻ കുറേ ജനത്തിന് സഹായിക്കുന്ന കൂട്ടത്തില്ല. പലരും മറ്റു സമുദായത്തിൽപ്പെട്ടവരൊക്കെയാണ്. അവർ പറയും ഇവരുടെ പിതാവ് കൊണ്ട് ഒരു സഹായം ചെയ്യുന്നു. അത് വേറൊന്നും നമ്മൾ കൊടുക്കുന്നത് കിട്ടുള്ളൂ. തൻ്റെ 32 വർഷത്തെ സേവനകാലത്ത് ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവ് പൗരോഹിത്യ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയത് 450ഓളം വൈദികരെയാണ്. ഇരിങ്ങാലക്കുട രൂപതയിൽ ഉയർന്നുവന്ന ഒരു അഭിഷിക്ത നിരയെ പഴയാറ്റിൽ പിതാവിൻ്റെ വ്യക്തിത്വം ഏറെ സ്വാധീനിച്ചിരുന്നു എന്നത് നിസ്തർക്കമാണ്. 2010 ഏപ്രിൽ മാസം 18-ാം തീയതി പുതിയ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയനായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ കരങ്ങളാലാണ്. നമ്മുടെ ഇപ്പോഴത്തെ പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ തന്നെ അദ്ദേഹത്തെ ബിഷപ്പ് വാഴിക്കണമെന്ന്. അത് വാസ്തവത്തിൽ ആർച്ച് ബിഷപ്പിൻ്റെ പ്രിവിലേജാണ്. ക്യാനലുള്ള പ്രകാരം അതാണ് ചെയ്യേണ്ടത്. എന്നെ വാഴിച്ചത് അന്ന് ഈ ആർച്ച് ബിഷപ്പ് എറണാകുളം ആർച്ച് ബിഷപ്പ് പാറക്കാട്ടില്ല. ഇപ്പോൾ ആർച്ച് ബിഷപ്പാണെന്നുണ്ടെങ്കിൽ ഇതാണ് വാഴിക്കേണ്ടത്, നമ്മുടെ താഴത്തെ പിതാവ് ക്യാനലുള്ള പ്രകാരം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇദ്ദേഹത്തെ പട്ടം കൊടുത്ത് ഞാൻ വൈദികനായിട്ട് ഒഴുത്തുന്നത്. അതേ ആഗ്രഹിച്ച് ഞാൻ തന്നെ അദ്ദേഹം ബിഷപ്പ് വാഴിക്കണം. എന്നോട് പ്രത്യേക താല്പര്യം കൊണ്ടൊക്കെ ആയിരിക്കാം. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്. ഒന്ന്, അദ്ദേഹത്തെ ബിഷപ്പ് വാഴിക്കും ഞാൻ തന്നെയാകണം. രണ്ട്, ഞാൻ ബിഷപ്പ് താമസിക്കണം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മുറി പിതാവ് ഞാൻ തന്നെ ഉപയോഗിക്കണം. അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു that room and convenience okay, that's meant for the Bishop Irinjalakuda. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ദ ബിഷപ്പ് ഇരിഞ്ഞാലക്കുട, യു മസ്റ്റ് മേക്ക് യൂസ് ഓൾ ദോസ് തിങ്സ്. ഞാൻ ഇവിടെ താമസിക്കണോ വേണ്ടയോന്ന് അങ്ങ് ആരായിരുന്നു അന്ന് ഞാൻ താമസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പുതിയ പിതാവ് ചാർജ് എടുക്കണം. ഞാൻ ഇത്ര കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സൗകര്യം എനിക്ക് എന്താ ചെയ്യണതായി ജനറൽമാരെ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സൗകര്യം നോക്കണേ, സിമ്പിൾ ബിഷപ്പ്, എനിക്ക് വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. പുതിയ പിതാവ് വരുമ്പോൾ കൺസൾട്ടേഴ്സ് ഉണ്ടാകണമല്ലോ. അപ്പോൾ ഈ കൺസൾട്ടേഴ്സ് എന്ന് പറയുന്നത് തൂങ്കുഴി പിതാവ് റിട്ടയർ ചെയ്ത് മൈൻസിലേക്ക് പോയത്. പിതാവ് മൈൻസിൽ പോയി കൂടെ. അങ്ങനെയാണ് ഇവിടെ വരുന്ന തീരുമാനം. എൻ്റെ തീരുമാനമല്ല. പരിശുദ്ധ കത്തോലിക്ക സഭ ഈ ആധുനിക ലോകത്ത് വളരെ സവിശേഷമായി ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ ഭാഗഭാഗിത്വം വഹിക്കുന്നു. പാപത്തിലും ദുഃഖദുരിതങ്ങളിലും അകപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിനിടയിൽ തന്നിലെ ദൈവവിളികളിലൂടെ തിരുസഭ ലോകത്തിന് സമ്മാനിക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. എന്നാൽ അന്ധകാരശക്തികൾ എക്കാലവും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പിൻബലത്തിൽ സഭയ്ക്കും സമൂഹത്തിനുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവവിളികളെ വില കുറച്ച് കാണിക്കുന്നതിലൂടെ കൂദാശ ജീവിതത്തിൽ നിന്നും അനേകരെ അകറ്റുവാനും ഏറെ ജീവിതങ്ങളെ ഇരുളിലാഴ്ത്തുവാനും ആധുനിക സങ്കേതങ്ങൾ പോലും ഉപയോഗിച്ച് നിരന്തര പരിശ്രമങ്ങൾ നടത്തുന്ന ദുഷ്ടശക്തികൾ ഇവിടെ അരങ്ങുവാഴുന്നു. പലപ്പോഴും ഉയരുന്ന ചില വാദഗതികളിൽ അവകാശപ്പെടുന്നത് പോലെ ദൈവവിളികൾ ഇവിടെ കുറയുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവ് ചൂണ്ടിക്കാണിക്കുന്നു. ഉറച്ച ആത്മീയ ബോധ്യങ്ങളുടെ പിൻബലത്തിൽ ശക്തമായ ഒരു തലമുറ ഇന്ന് സഭയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ ദൈവവിളി കൂടുകയാണോ കുറയുകയാണോ? അപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചാരണം വരുന്നു.
ദൈവവിളി കുറയുന്നു, കന്യാസമഠങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും, നമ്മുടെ സെമിനാരികൾ അടച്ചുപൂട്ടേണ്ടി വരും. പക്ഷെ വാസ്തവത്തിൽ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് അങ്ങനെയാണോ? ഈ രൂപത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 116 അച്ഛന്മാരാണ് രൂപത്തോളം ഉണ്ടാകേണ്ടിയിരുന്നത്. ആ അച്ഛന്മാർ ചിലരൊക്കെ അവരെവിടെ ജോലി ചെയ്തിരുന്നോ അവിടെ തന്നെ ഓപ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, രൂപ കോൺടാക്ട് കുറഞ്ഞതുകൊണ്ട്. ദാറ്റ്സ് ഇപ്പോൾ 252 അച്ഛന്മാരുണ്ട്. ഈ 252 രൂപ അച്ഛന്മാരിൽ 193 പേർക്കും പട്ടം കൊടുത്ത് ഞാൻ തന്നെയാണ്. 193 പേർക്കും. ഇനി അതേസമയം തന്നെ 251 പേർക്ക് ഞാൻ വേറെ ഒരു പട്ടം കൊടുത്തിട്ടുണ്ട്. അത് സന്യസ്തർക്കോ മറ്റ് മിഷനുള്ളവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അത് 250 അത്ര ഞാൻ പട്ടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപതയിലുള്ള ബഹുഭൂരിപക്ഷ അച്ഛന്മാരും ഞാൻ പട്ടം കൊടുത്തു വരാം. അതിൻ്റെ നിശ്ചയമായിട്ട് അവർക്കില്ലാതിരിക്കില്ലല്ലോ. അതൊരു വശം. ഇനി വൊക്കേഷൻ കൂടുന്നുണ്ടോ ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഈ കൊല്ലം 7 പേരാണ് രൂപതയ്ക്ക് പട്ടം കിട്ടിയത്. ഈ രൂപതയിൽ 22 പേർക്ക് പട്ടം ഉണ്ടായിരുന്നു. അതിൽ 7 പേരെ ഈ രൂപതയ്ക്കുള്ളവരുള്ളൂ, മറ്റു സന്യസ്ത മിഷനുള്ളവരായിരിക്കാം. അതിൽ 6 പേർക്ക് ഞാൻ തന്നെ പട്ടം കൊടുത്തിരിക്കുന്നത്. 6 സന്യസ്തരാണ്. മറ്റേഴ് പിതാവ് തന്നെ പട്ടം കൊടുത്തിരിക്കുന്നത്. അത് ഈ കൊല്ലം 7 പേരുള്ളെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് 14 പേരുണ്ട്. ഇരട്ടിയാണ്. പിന്നത്തെ കൊല്ലം 13 പേരുണ്ട് പട്ടം കിട്ടാനായിട്ട്. അപ്പോൾ നമ്പറിന് ഒട്ടും കുറയുന്നില്ല, കൂടി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റേഴ്സിൻ്റെ 7 കോൺഗ്രിഗേഷനിൽ നിന്ന് ഇപ്പോൾ 38 കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അതിനുശേഷം 1-2 പേരെയും വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ ശേഷം. അപ്പോൾ ഇതിലേക്ക് ഭാഗിച്ചു പോകുന്നവരുണ്ടാകാം. ടോട്ടൽ നോക്കുകയാണെങ്കിൽ വൊക്കേഷൻ കുറഞ്ഞു പറയാൻ പറ്റുകയില്ല. പക്ഷേ അവർ ഭാഗിച്ചു പോകുന്നുണ്ട്, ഇങ്ങനെയുണ്ട്. പക്ഷേ വാസ്തവം പറഞ്ഞാൽ ആൺകുട്ടികൾക്കുള്ള അത്ര വൊക്കേഷൻ അവർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം മിക്കവാറും ഒരു ഓൾട്ടർ ബോയ്സൊക്കെ ആകാം. കുറേ കൂടുന്നു, അതിനൊരു റാപ്പിക്ക് ഉൾക്കൊള്ളുന്നു, അത്തരത്തിൽ. ഇപ്പോൾ ഒരു മകനേ ഉള്ളൂ, ഒരു മകനും മകളുള്ളെങ്കിൽ പോലും അങ്ങനെ കുട്ടിയെ പോലും സെമിനാരി വിടാൻ പേരൻസ് തടസ്സം നിൽക്കുന്നില്ല. ദാറ്റ്സ് സംതിങ് വെരി ഗ്രേറ്റ്. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിനും അവിടുത്തെ രക്ഷാകര ദൗത്യത്തിനും വിരുദ്ധമായി ഏറെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരം ശക്തരായ അഭിഷിക്തരുടെ ജീവിതങ്ങൾ ഈ ലോകത്തിൽ ഉറച്ച ദീപശിഖകളാണ്. അനാവശ്യ വാദഗതികളുടെയും ദുഷ്പ്രചാരണങ്ങളുടെയും കൂരിരുട്ടിൽ നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സത്യത്തിൻ്റെ പ്രകാശം അവർ പരത്തുന്നു. ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ ജീവിതം തിരുസഭയിലൂടെയുള്ള ഈശോയുടെ വലിയ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ഉരുകിത്തീരുമ്പോൾ അവിടുത്തെ മഹത്തായ പദ്ധതികളുടെ വാഹകനായി മാറിയ അദ്ദേഹത്തിനു വേണ്ടിയും ആ ജീവിതത്തെ പിന്തുടർന്ന് ദൈവരാജ്യത്തിനായി അധ്വാനിക്കുന്ന സകല അഭിഷിക്തർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.